Unit 2 Macroeconomics Investment Function Part 1. Welcome to Wingstream Education. ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുന്ന റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആര് കണക്കാക്കിയിട്ടുണ്ട്? ജെയിം കെയ്ൻസ് കണക്കാക്കിയിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീട് എന്ത് ചെയ്യും? ഇത് ലെവൽ ഓഫ് ഇൻകത്തെയും പ്രൊഡക്ഷനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കും, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പർച്ചേസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്ലാന്റ് ആവാം, എന്തെങ്കിലും എക്യുപ്മെൻ്റ് ആവാം, കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് വർക്ക് ലൈക്ക് ഡാംസ്, റോഡ്സ്, ബിൽഡിങ്സ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് ആവാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, ഇൻവെൻറ്ററീസ് ആൻഡ് സ്റ്റോക്സ് ആവാം. ഇതുപോലുള്ള എന്തും എന്തിൽ പെടാം? ഇൻവെസ്റ്റ്മെൻറ്റിൽ പെടാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്കിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഒരു എക്കോണമിയിൽ എത്ര അവൈലബിൾ ആയിട്ടുണ്ടോ അതിനാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ഇൻ ആൻ ഇക്കോണമി ഈസ് ദി സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഒരു ഇക്കോണമിയിൽ എത്ര അവൈലബിൾ ആയിട്ടുണ്ടോ അതിനെയാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫ്ലോ കോൺസെപ്റ്റ് അല്ല. ക്യാപിറ്റൽ എപ്പോഴും ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇക്കോണമിയിൽ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ന്യൂ ക്യാപിറ്റൽ അസറ്റ്സ് ഇൻ എ ഇയർ. ഒരു ഇക്കോണമിയിൽ ഒരു വർഷം ന്യൂ ക്യാപിറ്റൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒബ്സലൻസസ് ചാർജസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷനും ഒബ്സലൻസ് ചാർജസും റിപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. എന്താണ് ഒബ്സലസൻസ്? നമ്മുടെ മാറ്റം കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരും. മെഷീനറീസിലാവട്ടെ, ബിൽഡിങ്സിലാവട്ടെ, അതുപോലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളതാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ടൈപ്സ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്? റിയൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ടൈപ്പാണ്, പ്രധാനപ്പെട്ട ടൈപ്പാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രോഫിറ്റ് ഓർ ഇൻകം മോട്ടിവേറ്റഡ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം മോട്ടിവേറ്റഡ് ആണ്. അതായത് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻകമോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റും ചേഞ്ച് ചെയ്യും. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രൈസസ്, വേജസ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇവയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച് എന്തിനെ അഫക്റ്റ് ചെയ്യും? പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഈ പ്രോഫിറ്റ് എന്തിനെ അഫക്റ്റ് ചെയ്യും? ഈ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെയും അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡിമാൻഡുള്ള ചേഞ്ചസും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് ടു മീറ്റ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഒരു വ്യക്തിയുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? ഇൻകം എപ്പോഴും എന്തിൻ്റെ ഡിമാൻഡ് എപ്പോഴും എന്തിൻ്റെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്? കൺസംഷൻ അല്ലെങ്കിൽ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്താൽ കൺസംഷനും ഇൻക്രീസ് ചെയ്യും. ഈ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ കൺസംഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടി വരും. ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നുള്ളതാണ്. ഐ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ. ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിക് ആണ്. ഇൻകത്തിന്റെ ചേഞ്ചസ് അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റം വരും. ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് റൈസ് ഓർ ഫോൾ ഇൻ ഇൻകം ആസ് ഷോൺ ഇൻ ഫിഗർ. ഇനി ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് താഴെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഇൻകത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലും എന്ത് ചെയ്യും? കൂട്ടലും കുറയലും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. I1 എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് കർവ്. ഇത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റും ചേഞ്ച് ചെയ്യും. എക്സ് ആക്സിസിൽ ഇൻകവും വൈ ആക്സിസിൽ ഇൻവെസ്റ്റ്മെന്റും ആണ് കാണിച്ചിട്ടുള്ളത്. OY1 എന്ന് പറയുന്ന ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 0 ആണ് അല്ലേ? ഈ OY1 എന്ന് പറയുന്ന ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇൻകം OY1ൽ നിന്നും OY3 ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാവും? I3 Y3 ആയിട്ട് അല്ലേ? ഇത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ട് എന്തുണ്ടാവും? ഇൻവെസ്റ്റ്മെന്റിന്റെ ചേഞ്ച് വരുന്നുണ്ട്. ഇനി എ ഫോൾ ഇൻ ഇൻകം ടു OY2. ഈ Y3യിൽ നിന്നും OY2യിലേക്ക് ഇൻകം
ഫോളോ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ഫോളോ ചെയ്യും. I3യിൽ നിന്നും I2യിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യും. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റും. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. I/Y ആണെന്ത്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി എക്സാമ്പിളായിട്ട് 40 crore ആണ് എന്ത്? ഇൻകം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഇൻകം 40 crore 40 crores ആണ്. അത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4 crore ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് എങ്ങനെ കാണും? I/Y എന്നുള്ളതാണ്. I എത്രയാണ്? 4 ആണ് അല്ലേ? ഇൻകം എത്രയാണ്? Y 40 ആണ്. അപ്പോൾ 4/40 = 0.1 എന്നുള്ളതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. API ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. നമ്മൾ നേരത്തെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസംഷനും ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവിങ്ങും കണ്ടിരുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര പോർഷൻ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് കാണിക്കുന്നത്. ഇനി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഈ ഗ്രാഫിക്കലി എങ്ങനെയാണ്? OY3 ഇൻകത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ പ്രൊപ്പൻസിറ്റി, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് എങ്ങനെ കാണും? I/Y അല്ലേ? I എത്രയാണ്? I3 to Y3. I3/Y3 ഡിവൈഡഡ് ബൈ OY3 or Y3 അല്ലേ? I3/Y3 ഡിവൈഡഡ് ബൈ OY3 എന്നുള്ളതാണ് ഗ്രാഫിക്കലി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദി ചേഞ്ച് ഇൻ ഇൻകം. അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടിയാൽ ആ അഡീഷണൽ ഇൻകത്തിൻ്റെ എത്ര പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകത്തിൻ്റെ എത്ര പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു, അഡീഷണൽ ഇൻകത്തിൻ്റെ എത്ര പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ΔI/ΔY. ΔI/ΔY ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. എക്സാമ്പിളായിട്ട് നോക്കിയാൽ ΔI ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച് 2 crore ആണ്. ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ച് 10 crore ആണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇത് ആഡ് ചെയ്താൽ ΔI എത്രയാണ്? 2 ആണ്. ΔY 10 ആണ്. 2/10 0.2 ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് 0.2 എന്ന് പറഞ്ഞാൽ 10 രൂപ അല്ലെങ്കിൽ 10 പൈസ അഡീഷണൽ ആയിട്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് 2 പൈസ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. അല്ലെങ്കിൽ 10 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുമ്പോൾ 2 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത്. ഇനി ഈ ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ കാണാം? MPI മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. Y2യിൽ നിന്നും Y3യിലേക്ക് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? I2യിൽ നിന്നും I3യിലേക്ക് ആര് പോകുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു. അതായത് Y2 ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ഇൻ I എങ്ങനെ കാണും? ഇത്രയും പോർഷൻ ഓൾറെഡി ഉള്ളതാണ് അല്ലേ? Y2 ആയ സമയത്ത് ഇത്രയുണ്ട്. അഡീഷണൽ ആയിട്ട് എത്ര വന്നു? ഇവിടുന്ന് A to I3 എന്നുള്ളതാണ് അഡീഷണൽ. അപ്പോൾ ചേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കിട്ടിയത് എത്രയാണ്? AY3 ആണ് അല്ലേ? AI3 ആണ്. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് AI3 or I3A എന്നുള്ളതാണ് എന്ത്? അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഡിവൈഡഡ് ബൈ അഡീഷണൽ ഇൻകം എത്രയാണ്? Y2 to Y3 അല്ലേ? Y3 to Y2 അല്ലെങ്കിൽ Y2 to Y3 എന്നുള്ളതാണ് എന്ത്? അഡീഷണൽ ഇൻകം എന്ന് പറയുന്നത്. Y2 Y3 ആ അഡീഷണൽ ഇൻകത്തിൻ്റെ എത്ര പോർഷൻ? Y3A എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ചിലവഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് I3A ഡിവൈഡഡ് ബൈ Y2 Y3. ഈ I3A എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. Y2 Y3 ആണ് അഡീഷണൽ ഇൻകം. ഇത് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അഡീഷണൽ ഇൻകം ആണ് MPI എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻകവുമായിട്ട് ഡിപ്പെൻഡ് അല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെവൽ ഓഫ് ഇൻകം. ലെവൽ ഓഫ് ഇൻകവുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. അതായത് ഇൻകം ഇൻഇലാസ്റ്റിക് ആണ്. ഇൻകം കൂടട്ടെ കുറയട്ടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് അഫക്റ്റ് ചെയ്യുന്നില്ല? ഇൻകം അഫക്റ്റ് ചെയ്യുന്നില്ല. ഇൻകത്തിലുണ്ടാവുന്ന കുറവുകൾ, ഏറ്റക്കുറച്ചിലുകൾ എന്തിന് കാരണമാവുന്നില്ല? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചേഞ്ചസിന് കാരണമാവുന്നില്ല.
അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസർച്ചസ്, സോഷ്യൽ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലേബർ ഫോഴ്സ്, വെതർ ചേഞ്ച്, വാർ, റവല്യൂഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്നോവേഷൻസ്, ഇൻവെൻഷൻസ്, ഇത് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ ആണ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള എക്സോജീനിയസ് ഫാക്ടേഴ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യില്ല? ഡിമാൻഡിൻ്റെ മാറ്റത്തെ ഇതെന്ത് ചെയ്യില്ല? ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഡിമാൻഡിൽ എന്ത് മാറ്റം വന്നോട്ടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിട്ട് നിലനിൽക്കും. ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓവർ ഹെഡ്സ്, അതായത് ഗവൺമെൻറ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പം റോഡ്, കനാല്, ഡാംസ്, ബിൽഡിങ്സ് ഇവയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്ത് തരം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇനി ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗ്രാഫിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രാഫിക്കലി ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചിട്ടുള്ളത്? ഇതാ I1 I' എന്ന് പറയുന്നതാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് കർവ്. അതായത് എക്സ് ആക്സിസിൽ ഇൻകം ആണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻകം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇൻകം കുറഞ്ഞാലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. ഇൻകം കുറയട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തില്ല? യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല. ഡിറ്റർമിനൻസ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ന്യൂ ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലേ? ന്യൂ ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് മെയിൻലി. എന്താണ്? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും. ആ റേറ്റും അതുപോലെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ച കോസ്റ്റ് ഉണ്ടാവും. ആ പർച്ചേസിങ് കോസ്റ്റ് അതാണ് നമ്മൾ മിക്കപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച കോസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റും ഇനി ഭാവിയിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും വന്നു ചേരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റും അവ രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ഭാവിയിൽ കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്ന ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യുകയും ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്റ്റഡ് റേറ്റിനേക്കാൾ മുകളിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുകയും ചെയ്യും. അതായത് കോസ്റ്റ് കൂടുതലും റിട്ടേൺ കുറവുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. ഇനി കോസ്റ്റ് കുറവും റിട്ടേൺ കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ അസറ്റ്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്യാപിറ്റൽ അസറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് ക്യാപിറ്റൽ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ദെൻ ആ ഒരു ക്യാപിറ്റൽ അസറ്റിന്മേൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്, കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്ന റിട്ടേൺ എത്രയാണ്, ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഇൻവെസ്റ്റ്മെൻറ്റിന്മേൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ദെൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നിലനിൽക്കുന്ന മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. ഇത്രയും ഫാക്ടേഴ്സാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. കെയ്ൻസ് ഈ 3 ഫാക്ടേഴ്സിനെ എല്ലാം ഒരൊറ്റ പേരിലേക്ക് ഒതുക്കി. ഏതാണ്? MEC എന്ന് പറയുന്ന ഒരു പേരിൽ ഒതുക്കി. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ ടേമിൽ ഈ ഒരു 3 ഫാക്ടേഴ്സിനെയും കൂടെ ആരൊതുക്കി? കെയ്ൻസ് ഒതുക്കി. ഈ 3 ഫാക്ടേഴ്സിനെയും കൂടി കെയ്ൻസ് വിളിച്ച പേരാണ് MEC എന്ന് പറയുന്നത്. ഇനി MECയെ കുറിച്ച് നമുക്ക് നോക്കാം. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ MEC എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. MEC നമ്മൾ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ് MEC. അല്ലെങ്കിൽ ആ 3 ഫാക്ടേഴ്സിനെയും കൂടെ ഒറ്റ ടേമിൽ കെയ്ൻസ് ഒതുക്കി. അതാണ് MEC എന്ന് പറയുന്നത്. ഇനി നമുക്ക് MECയുടെ മീനിങ് ഒന്ന് നോക്കാം.
MEC. Highest rate of return expected from an additional unit of a capital asset over its cost. ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അഡീഷണൽ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഹയസ്റ്റ് റിട്ടേൺ ആൻഡ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓവർ ഈസ് കോസ്റ്റ്. ഈ കോസ്റ്റിന് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വന്നു അതിനേക്കാൾ മുകളിലായിട്ട് എന്ത് നിൽക്കണം, അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ നിൽക്കണം. അങ്ങനെ അതിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ expected from an additional unit of a capital asset over its cost. കോസ്റ്റിനേക്കാൾ മുകളിലായിട്ട് എന്ത് കിട്ടണം, ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ് MEC എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. ഇനി കുരിഹരയുടെ വേർഡ്സിൽ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി പ്രോസ്പെക്റ്റീവ് yield ടു അഡീഷണൽ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ദെയർ സപ്ലൈ പ്രൈസ്. സപ്ലൈ പ്രൈസും പ്രോസ്പെക്റ്റീവ് ഈൽഡും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, MEC എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന അഗ്രിഗേറ്റ് നെറ്റ് റിട്ടേൺ ആണ് പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് ഈൽഡ് അഗ്രിഗേറ്റ് നെറ്റ് റിട്ടേൺ ആണ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അഗ്രിഗേറ്റ് ആയിട്ട് ആകെ കിട്ടുന്ന റിട്ടേണിനെയാണ്, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത്. സപ്ലൈ പ്രൈസ് എന്നാണ് അതിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ചിലവായ തുകയാണ് സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് വന്നിട്ടുള്ള കോസ്റ്റാണ് സപ്ലൈ പ്രൈസ്. ഈ സപ്ലൈ പ്രൈസും പ്രോസ്പെക്റ്റീവ് ഈൽഡും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, MEC എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് സപ്ലൈ പ്രൈസ് എത്രയാണ്, 20,000 ആണ്. സപ്ലൈ പ്രൈസ് 20,000 ആണ്. ദെൻ ആനുവൽ ഈൽഡ് ഇയർലി എത്ര കിട്ടും, 2,000 കിട്ടും. ദെൻ MEC എത്രയാണ്, 2,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 10%. MEC എത്രയാണ്, 10% ആണ്. അപ്പോൾ MEC എന്ന് പറയുന്നത് എന്താണ്, പ്രോസ്പെക്റ്റീവ് ഈൽഡും സപ്ലൈ പ്രൈസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MEC എന്ന് പറയുന്നത്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം എ ഗിവൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ എ ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റിൽ നിന്നും കിട്ടുമെന്ന് വിചാരിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിനെയാണ് MEC എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭ്യമാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റിനെയാണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്, MEC എന്ന് പറയുന്നത്. ഈ MECയുടെ ബേസിലാണ് എന്ത് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തുമായി റിലേറ്റ് ചെയ്യും, MECയുമായിട്ട് റിലേറ്റ് ചെയ്യും. ജെയിം കെയ്ൻസ് നമ്മുടെ MECനെ പ്രസൻറ്റ് വാല്യൂവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂവിലാണ് കാണുന്നത്. എത്രയാണ് കിട്ടുന്നത്, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂവും അതുപോലെ തന്നെ സപ്ലൈ പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ പ്രസൻറ്റ് വാല്യൂവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ അതാണ് എന്ത് കാണിക്കുന്നത്, ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഇതാണ് MEC എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും പ്രസൻറ്റ് വാല്യൂവുമായിട്ട് കെയ്ൻസ് എന്ത് നമ്മുടെ MECനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് MEC പോകുന്നത്, ഇൻട്രസ്റ്റ് റേറ്റിനും പ്രസൻറ്റ് വാല്യൂവിനും അനുസരിച്ച് എങ്ങനെയാണ് MECയുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. MEC ആണല്ലോ എന്ത് തീരുമാനിക്കുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ MECയും പ്രസൻറ്റ് വാല്യൂവും ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതെന്നുള്ളത് നോക്കാം. ഇവിടെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റും വൈ ആക്സിസിൽ പ്രസൻറ്റ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ PR എന്ന് പറയുന്ന ഈ ഒരു കർവ് എന്നാണ് കാണിക്കുന്നത് ഇൻവേഴ്സ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് PR എന്ന് പറയുന്ന കർവ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും തോറും പ്രസൻറ്റ് വാല്യൂ കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും പ്രസൻറ്റ് വാല്യൂ കൂടുകയും ചെയ്യും. അതാണ് ഈ ഒരു റിലേഷൻ, ഇൻവേഴ്സ് റിലേഷൻ കാണിക്കുന്നത്. ഇനി കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I1 ആകുമ്പോൾ, കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് I1 ആകുമ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഒരു പ്രോജക്റ്റിൻ്റെ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ലക്ഷ്യം വയ്ക്കുകയാണ്. ഈ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, P1 ആയിരിക്കും അല്ലേ. I1 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ P1 ആയിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് I1 നിന്നും I2 ആയിട്ട് കൂടിയാൽ, I1 നിന്നും I2 ആയിട്ട് പ്രസൻറ്റ് വാല്യൂ കൂടിയാൽ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യും, P1 നിന്നും P2 ആയിട്ട് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂ
കുറയും. ദെൻ എക്സ് ആക്സിസിനെ ഈ പി ആർ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റും പ്രസൻറ്റ് വാല്യൂ 0 ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് Z ആയിരിക്കുമ്പോൾ പ്രസൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂവിൽ എന്ത് സംഭവിക്കുന്നു? 0 ആയിട്ട് നിൽക്കുന്നു. വീണ്ടും അതിന് താഴേക്കും സെറ്റിനപ്പുറത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പ്രസൻറ്റ് വാല്യൂ എങ്ങോട്ട് പോകും? മൈനസിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകും. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റും പ്രസൻറ്റ് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ. ഇനി MEC എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ കോസ്റ്റ് ഓഫ് എ ന്യൂ ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ. ക്യാപിറ്റൽ അസറ്റിന് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ള കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേണും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് MEC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് MEC കണക്കാക്കുമ്പോൾ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും കിട്ടേണ്ടതുണ്ട് അല്ലേ. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കണക്കാക്കുന്നത്. ഈ കോസ്റ്റ് ഓഫ് ന്യൂ ക്യാപിറ്റലാണ് സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് ഈൽഡിനെയാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് കൊണ്ടും അർത്ഥമാക്കുന്നത്. The present value of a capital asset exceeds its cost of buying, it pays to buy it. അല്ലേ, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തും. അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് ആണോ ആ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യും. ആ ഒരു പ്രോജക്റ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ കൂടുതലും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു പ്രോജക്റ്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യും. ഇനി ഓൺ ദി കോൺട്രറി ദി പ്രസൻറ്റ് വാല്യൂ കോസ്റ്റിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് കോസ്റ്റിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ എടുക്കാതെ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ MECയെ കമ്പയർ ചെയ്തിട്ടാണ് MECയും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് എടുക്കുന്നത്. ഇങ്ങനെ പ്രോസ്പെക്റ്റീവ് ഈൽഡിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഈ ഒരു റിലേഷൻ ഇൻവേഴ്സ് റിലേഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും പ്രസൻറ്റ് വാല്യൂ കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും പ്രസൻറ്റ് വാല്യൂ കൂടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഇനി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MECയും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ക്യാപിറ്റൽ അസറ്റ് മാക്സിമത്തിലെത്തുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഒരു MEC ക്യാപിറ്റൽ അസറ്റിൻ്റെ MECയും ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് പൊസസ് ചെയ്തു എന്നുള്ളതാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ MECയും ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്തു? ആ ഒരു ഇക്കോണമി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് മാക്സിമം കഴിയുന്നിടത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്തു? പൊസസ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ഇനി MEC റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായാൽ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ബോറോ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി കൂടുകയും, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, MEC കൂടുതലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ കൂടുതലാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ളൊരു ടെൻഡൻസി വരികയും ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വീണ്ടും കൂടുതൽ ബോറോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ദെൻ എന്നിട്ട് ബോറോ ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് MECയേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ. എന്നാൽ MEC കുറവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ബോറോയിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ കുറവായിരിക്കും, കുറഞ്ഞ തോതിൽ നടന്നു പോവുകയുള്ളൂ, അല്ലെങ്കിൽ തീരെ നടക്കില്ല എന്ന് തന്നെ പറയാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലും MEC കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് നടക്കില്ല. ഇങ്ങനെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അറ്റൈൻ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്കോണമി ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഈക്വൽ ഇൻട്രസ്റ്റ് റേറ്റും MECയും ഈക്വൽ ആകുമ്പോഴാണ് ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ സംഭവിക്കുന്നത്. ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇക്കോണമി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് പൊസസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഇക്കോണമി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് പൊസസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത് MECയും ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ഈക്വൽ ആകുമ്പോഴാണ്. ഇനി എന്തെങ്കിലും ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിച്ചാൽ, എന്തെങ്കിലും ഡിസിക്വിലിബ്രിയം അവിടെ നടന്നാൽ MEC എന്ത് ചെയ്യും? MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിസിക്വിലിബ്രിയം സംഭവിച്ചാൽ MECയും ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഇനി MECയോ ഇൻട്രസ്റ്റ് റേറ്റോ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്താലാണ് ഡിസിക്വിലിബ്രിയം സംഭവിക്കുക. അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ ക്യാപിറ്റൽ സ്റ്റോക്കിലെ മാറ്റം എന്ത് ചെയ്യും? ഈ MECയെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും വീണ്ടും ഒന്നിപ്പിക്കും അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിപ്പിക്കും. അതുവഴി എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലും ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. MECയും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും
ഡിസിക്ലിബ്രിയത്തിലെത്തിയാൽ ക്യാപിറ്റൽ സ്റ്റോക്കിലുള്ള മാറ്റത്തിലൂടെ ഇത് വീണ്ടും എന്ത് ചെയ്യും, ഒന്നിക്കും എന്നുള്ളതാണ് തിയറി. ഇനി സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ സ്ലോലി ആയിരിക്കും എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രിങ്ങിങ് ഇക്വിലിബ്രിയം അല്ലേ. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലെ ചേഞ്ചസ് സ്ലോലി ആകുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഫേം ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. MECയും ഇൻട്രസ്റ്റ് റേറ്റും വെച്ചിട്ടാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇങ്ങനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ MEC കർവ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇനി MEC കർവ് ഒന്ന് എന്താണ്, MEC കർവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ MEC കർവ് എക്സ് ആക്സിസിൽ ക്യാപിറ്റൽ സ്റ്റോക്കും വൈ ആക്സിസിൽ MEC അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുമാണ് കാണിച്ചിട്ടുള്ളത്. ഇതും എന്താണ് കാണിക്കുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പാണ് അല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പാണ് കാണിക്കുന്നത്. ഇതിനർത്ഥം MEC കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ക്യാപിറ്റൽ സ്റ്റോക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്തോറും MEC കുറയുകയും ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയും തോറും എന്താണ്, MEC കൂടുകയും ചെയ്യും അല്ലേ. ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുമ്പോൾ MEC കുറയുകയും ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുമ്പോൾ MEC കൂടുകയും ചെയ്യും. ഈ ഒരു നെഗറ്റീവ് റിലേഷനാണ് MECയും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ ഉള്ളത്. ക്യാപിറ്റൽ സ്റ്റോക്കും MECയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. മൈക്രോ എക്കണോമിക്സിലെ പ്രൊഡക്ഷൻ എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് കാരണമാണ് MECയും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ഉള്ളത്. ഇങ്ങനെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് സംഭവിക്കുന്നത് കാരണം മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി കുറയുകയും, ക്യാപിറ്റലിൻ്റെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി കുറയുകയും അതുവഴി മാർജിനൽ റവന്യൂവിൽ ഫോള് സംഭവിക്കുകയും ചെയ്യും. അതുവഴിയാണ് MECയും ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻവേഴ്സ് റിലേഷന് കാണിക്കുന്നത്. ഫിഗറിൽ നോക്കുക, ക്യാപിറ്റൽ സ്റ്റോക്ക് OK1 ആയിരിക്കുമ്പോൾ MEC എത്രയാണ്, OR1 ആണ് അല്ലേ. OK1 ആണ് ക്യാപിറ്റൽ എന്നിരിക്കുമ്പോൾ MEC എത്രയാണ്, OR1 ആണ്. ഇനി ഈ ഇൻട്രസ്റ്റ് റേറ്റും MECയും ഈക്വൽ ആകുമ്പോഴാണല്ലോ എന്ത് സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. അപ്പോൾ OK1 ആണ് ക്യാപിറ്റൽ സ്റ്റോക്ക്, OR1 ആണ് എന്ത്, ഇൻട്രസ്റ്റ് റേറ്റും MECയും ഇൻട്രസ്റ്റ് റേറ്റും OR1 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റും ഇവിടെ MECയും OR1 ആണ്. ഇനി OK1-ൽ നിന്നും OK2 ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടിയാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, OR1-ൽ നിന്നും OR2 ആയിട്ട് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആയിട്ട് കുറയുകയും MEC OR2 ആയിട്ട് കുറയുകയും ചെയ്യും. MECയും അതേസമയം എന്ത് ചെയ്യും, OR2 ആയിട്ട് കുറയും. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ K1 K2 ആയിട്ട് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും MECയും R1 R2 ആയിട്ട് കുറയുകയും ചെയ്യും. ഇനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് എക്കോണമി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MECയും ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആവണമെന്ന് പറഞ്ഞല്ലോ. അപ്പം OK1 എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്ക് MEC എന്ന് പറയുന്നത് OR1 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആണെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആണ്, MEC OR1 ആണ്. ഒരിക്കലും ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടില്ല അല്ലെ, അല്ലെങ്കിൽ ഒപ്റ്റിമം സ്റ്റോക്കിൽ എത്തിയിട്ടില്ല. കാരണം എന്താണ്, OR2 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് OR1 എന്ന് പറയുന്ന MECയേക്കാൾ കുറവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആണ്, MEC OR1 ആയിട്ട് നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ബോറോ ചെയ്യുകയും വീണ്ടും എന്ത് ചെയ്യും, MECയെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും ഈക്വലൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്റ്റോക്ക് വീണ്ടും ക്യാപിറ്റൽ സ്റ്റോക്ക് നടത്തുകയും ക്യാപിറ്റലിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഈ MECയെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും എന്ത് ചെയ്യും, ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ OK1 എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക്, OR2 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, OR1 എന്ന് പറയുന്ന MEC, ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. MEC ഈസ് ഗ്രേറ്റർ ദാൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള നിലയിലാണ്. MEC ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലായാൽ നമ്മൾ നേരത്തെ കണ്ടു ബോറോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയും ബോറോ ചെയ്ത് ആ ബോറോയിങ് വീണ്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇനി OR1 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, MEC എന്ന് പറയുന്നത് OR2 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, MEC എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂടുതലുമാണ്.
അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ക്യാപിറ്റൽ സ്റ്റോക്ക് നടത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. K1 നിന്നും K2 ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടും അല്ലേ. K1 നിന്നും K2 ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുകയും MECയും ഇൻട്രസ്റ്റ് റേറ്റും R2 നിൽക്കുകയും ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, R2 നിൽക്കും. MECയും ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റും ഇവിടെ R2 ഈക്വൽ ആയിട്ടുള്ള MECയും സംഭവിക്കുകയും OK2 എന്ന് പറയുന്ന ഒരു ഹയർ ക്യാപിറ്റൽ സ്റ്റോക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ OR2 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റും MECയും ഈക്വൽ ആവുകയും ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒരു ഫേം അല്ലെങ്കിൽ ഇക്കോണമി അറ്റൈൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഇവിടെ K1 K2 അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ സ്റ്റോക്ക് നടത്തുമ്പോൾ എന്ത് ചെയ്യും, R1 R2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയും. ഈ R1 R2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, K1 K2 ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നുണ്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുകയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഇൻട്രസ്റ്റ് റേറ്റും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു ടൈമാണ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടൈമാണ് MEI എന്ന് പറയുന്നത്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർജിനൽ എഫിഷ്യൻസി. ഇതും റേറ്റ് ഓഫ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണും അതിൻ്റെ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ തന്നെയാണ് ഇതും കാണിക്കുന്നത്. MECയെ പോലെ തന്നെ റൈറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദി സപ്ലൈ പ്രൈസ് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ടു ഇറ്റ്സ് പ്രോസ്പെക്റ്റീവ് ഈൽഡ്. സപ്ലൈ പ്രൈസും ക്യാപിറ്റൽ അസറ്റിൻ്റെ സപ്ലൈ പ്രൈസും അതിൻ്റെ ക്യാപിറ്റൽ അസറ്റിൻ്റെ പ്രോസ്പെക്റ്റീവ് ഈൽഡും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, MECയെ പോലെ തന്നെ MEIയും കണക്കാക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഒഴികെയുള്ള മറ്റു ചാർജസ് ആണ് ഇതിൽ വരുന്നത്, ഈ സപ്ലൈ പ്രൈസിൽ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഒഴികെയുള്ള മറ്റു ഫാക്ടേഴ്സിനെയാണ് എന്തായിട്ട് കണക്കാക്കിയിട്ടുള്ളത്, സപ്ലൈ പ്രൈസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഈ സപ്ലൈ പ്രൈസും പ്രോസ്പെക്റ്റീവ് ഈൽഡും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് MEI കിട്ടുന്നത്. If the rate of interest is high, investment is at a low level. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോവർ ആയിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇതാണ് ദസ് MEI റിലേറ്റ്സ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലാണ് റിലേഷൻ കാണിക്കുന്നത്. MEIയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ നേരിട്ടുള്ള കണക്ഷനാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ എന്ത് റിലേഷനാണ്, ഇൻവേഴ്സ് റിലേഷനാണ് കാണിക്കുന്നത്. ഇവിടെ MEI ഷെഡ്യൂൾ ഷോസ് ദി amount of investment demanded at various rate of interest. ഒരു MEI ഷെഡ്യൂൾ എന്താണ് കാണിക്കുന്നത്, വാരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ് ഒരു MEI ഷെഡ്യൂൾ കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അതിന് സമാനമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ് എന്നുള്ളതാണ്. കുറയും തോറും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും തോറും ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവ് എന്നൊക്കെ എന്ത് നെഗറ്റീവാണ് കാണിക്കുന്നത്, എന്ത് റിലേഷനാണ് കാണിക്കുന്നത്, നെഗറ്റീവ് സ്ലോപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, നെഗറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. എന്തൊക്കെ തമ്മിൽ, ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ. ഇവിടെ ഫിഗറിൽ AB എന്ന് പറയുന്ന രണ്ട് കേവുകൾ തന്നിട്ടുണ്ട്. രണ്ടും എന്താണ്, MEI കേവാണ്. MEIൻ്റെ മാറ്റങ്ങളാണ് ഇവിടെ രണ്ടും കാണിക്കുന്നത്. X ആക്സിസിൽ ഇൻവെസ്റ്റ്മെൻറ്റും Y ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റുമാണ് കാണിക്കുന്നത്. ഇനി ഫിഗറിൽ OR1 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് OI- ആണ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആയിട്ട് ഡിക്രീസ് ചെയ്താൽ, കുറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, OI" ആയിട്ട് കൂടും അല്ലേ. OR1 നിന്നും OR2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് OI' നിന്നും OI" ആയിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ, എന്നാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ പാനൽ ബിയിലും അത് തന്നെയാണ്. OR1 നിന്നും OR2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ OI1 നിന്നും OI2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇനി ഇത് രണ്ടും സെയിം ആണ്, ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ MEI കർവ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം.
അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്. ഈ രണ്ട് ഗ്രാഫിലും സെയിം റേറ്റിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതിൻ്റെ തോത് എന്തല്ല, സെയിം അല്ല. ഐ ഡാഷിൽ നിന്നും I" ആയതും I1 നിന്നും I2 ആയതും സെയിം അല്ല. അതായത് ഈ I1 നിന്നും I" ആയത് കുറവും I1 നിന്നും I2 ആയത് കൂടുതലുമാണ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ച് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും എന്നുള്ളതിനർത്ഥം അത് ആ ഒരു MEI കർവിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമെന്നുള്ളത് കണ്ടു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും എന്നുള്ളത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഈ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കർവിൻ്റെയും അല്ലെങ്കിൽ MEI കർവിൻ്റെ ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പാനൽ എ എന്ന് പറയുന്നത് എന്താണ്? I1 I' നിന്നും I" ആയിട്ട് കൂടി. അതേസമയം ഇവിടെ I1 നിന്നും I2 ആയിട്ടാണ് എന്ത് കൂടിയിട്ടുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുള്ളത്. പാനൽ എ എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക്കും പാനൽ ബി എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക്കുമാണ്. MEI കർവ് പാനൽ എയിൽ ലെസ് ഇലാസ്റ്റിക്കും MEI കർവ് പാനൽ ബിയിൽ മോർ ഇലാസ്റ്റിക്കുമാണ്. അതായത് ലെസ് ഇലാസ്റ്റിക്കുള്ള MEI കർവ് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ കൂടും. ഇനി MEI കർവ് മോർ ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും? വളരെ വലിയ രീതിയിൽ തന്നെ കൂടും. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കുറവ് സെയിം ആയിരിക്കും രണ്ടിലും. പക്ഷേ ഏതിനാണോ കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഏതിനാണോ കൂടുതൽ, ആ ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ള MEI കർവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. അതായത് എവിടെയാണോ ഇലാസ്റ്റിസിറ്റി കൂടുതൽ അവിടെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റും വളരെ പെട്ടെന്ന് കൂടുന്നത്. അതാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. ഇവിടെ ബി എന്ന് പറയുന്ന പാനലിൽ MEI എന്ന് പറയുന്ന കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ മോർ ഫ്ലാറ്റർ ആണിത്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. ഈ ഇലാസ്റ്റിസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റമുണ്ടായി. വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ സമയത്ത് ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുള്ളൂ. അതിന് കാരണം ഈ പാനൽ എ എന്ന് പറയുന്ന MEIയിലെ ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ് എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.